വയനാട് കണിയാമ്പറ്റയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. മദ്രസയിലേക്ക് പോവുകയായിരുന്ന സിയ ഫാത്തിമയെയാണ് തെരുവ് നായ ആക്രമിച്ചത്. പരിക്കേറ്റ കുട്ടിയെ കൈനാട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആഷിഖ് റഹ്മാനാണ് നമുക്കിപ്പം വിവരങ്ങൾ നൽകാൻ ഉള്ളത്. ആഷിഖ്, എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? ഈ തെരുവ് നായയെ പിടികൂടാനായോ? ഇല്ല, ഇന്ന് രാവിലെ ആറേകാലോടെയാണ് സംഭവം. ഈ സിയ ഫാത്തിമ രാവിലെ മദ്രസയിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഈ ആക്രമണം നടന്നത്. വയനാട് കണിയാമ്പറ്റ പള്ളിത്താഴിലാണ്. ഇവിടെ സ്ഥിരമായി ഈ തെരുവുനായുടെ ശല്യം രൂക്ഷമായ പ്രദേശമാണ്. ഇവിടെ ഇതിനു മുമ്പും സമാന രീതിയിൽ ഒരു ദിവസം 4 പേരെ ഇത്തരത്തിൽ തെരുവുനായ ആക്രമിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് രാവിലെ വീണ്ടും ഈ സിയ ഫാത്തിമയെ ഈ തെരുവുനായ ആക്രമിച്ചത്. പാറക്കൽ നൌഷാദിന്റെ മകളാണ്. രാവിലെ മദ്രസയിൽ പോകുന്ന സമയത്താണ് ആക്രമണം. അത് കുറച്ച് രൂക്ഷമായ ആക്രമണം എന്ന് പറയേണ്ടി വരും. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഈ കുട്ടിയുടെ പുറകിലും തലഭാഗത്തും വലത് കൈയുടെ ഭാഗത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത്. അത് വലിയ രീതിയിൽ തന്നെ തെരുവുനായ ആക്രമിച്ച ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പുറകുഭാഗത്ത് തന്നെ ഏകദേശം 4-5 മുറിവുകൾ ഏറ്റിട്ടുണ്ട്. തലഭാഗത്ത് തലയുടെ മുടി അടക്കം മാറിയ രീതിയിൽ വലിയ രീതിയിൽ ഒരാഴ്ന്നിറങ്ങിയ ഒരു മുറി തന്നെ ഉണ്ടെന്ന് പറയേണ്ടി വരും. വലത് കൈയുടെ ഭാഗത്തും 1-2 കടികൾ ഏറ്റിട്ടുണ്ട്. ഇങ്ങനെ വലിയ രീതിയിൽ ഒരു രൂക്ഷമായ ആക്രമണം തന്നെയാണ് ഈ കുട്ടിക്ക് ഏറ്റത്. എന്തായാലും കുട്ടിയെ കൈനാട്ടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ തെരുവുനായെ പിടികൂടണമെന്ന് നാട്ടുകാരടക്കം സ്ഥിരമായി ആവശ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കൃത്യമായി ഈ ഒരു സംവിധാനം ഫലപ്രദമായി നടപ്പാകുന്നില്ല. രാവിലെയും രാത്രിയിലും സ്ഥിരമായി തെരുവുനായ ശല്യമുണ്ടെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഓക്കെ, സ്ഥിരമായ തെരുവുനായ ശല്യമുള്ള ഒരു പ്രദേശമാണ് വയനാട് കണിയാമ്പറ്റയിലാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ 12 വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ആ ദൃശ്യങ്ങളിൽ കാണാം. കുട്ടിയെ കാര്യമായ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട്, കടിച്ച് വലിച്ചിട്ടുണ്ട് തെരുവുനായ. കൈനാട്ടിയിലെ ജനറൽ ആശുപത്രിയിലാണ്, താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ കുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.